ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. നമ്മുടെ ഫിഷ് കീപ്പേഴ്സിന്റെ പ്രധാന പ്രശ്നമാണ് നമ്മളെ ടാങ്കിലും പോണ്ടിലും ഒക്കെ കണ്ടുവരുന്ന ആൽഗെ. അതിനെ എങ്ങനെ കൺട്രോൾ ചെയ്യാന്നുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. നമ്മുടെ അക്വേറിയങ്ങളിൽ നമ്മൾ പൊതുവായിട്ട് കണ്ടുവരുന്ന ആൽഗകൾ ബ്രൗൺ ആൽഗെ, ഗ്രീൻ ആൽഗെ, ഹെയർ ആൽഗെ തുടങ്ങിയവയാണ്. ഈ ആൽഗെ നമ്മുടെ അക്വേറിയത്തിൽ നിൽക്കുന്നതോട് നമ്മുടെ ഫിഷസിന് യാതൊരുവിധ പ്രശ്നങ്ങളും ഒരു പരിധി വരെ അത് ഉണ്ടാക്കുന്നില്ല. ആ ഫിഷസിന്റെ തന്നെ ഗ്രോത്തിനായാലും കളർ ഇംപ്രൂവ് ചെയ്യാനും ഒക്കെ ഇത് സഹായിക്കത്തതേ ഉള്ളൂ. അതുപോലെ തന്നെ ഫിഷസിന്റെ സ്ട്രെസ് റിലീഫിനും ഈ ആൽഗെ ഒരുപാടധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾ പെറ്റായിട്ട് വളർത്തുമ്പോൾ നമ്മുടെ അക്വേറിയത്തിലും പോണ്ടിലും ഈ ആൽഗെ ഗ്രോത്ത് എന്ന് പറയുന്നത് നമുക്കൊരു അഭംഗിയായിട്ടായിരിക്കും ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ഒരു പരിധി വരെ ഈ ആൽഗെ ഗ്രോത്തിനെ എങ്ങനെ കൺട്രോൾ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് മെഡിസിൻ ഉപയോഗിച്ച് എങ്ങനെ ആൽഗെ റിമൂവ് ചെയ്യാന്നാണ്. പല കമ്പനീസിന്റെ മെഡിസിൻസ് നമുക്ക് ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. നമ്മുടെ ടാങ്കിന്റെ കപ്പാസിറ്റി അനുസരിച്ച് ഈ മെഡിസിന്റെ ഡോസേജ് മാറും. ഈ ഡോസേജിൽ എന്തെങ്കിലും ചെറിയ വ്യത്യാസം വന്നാൽ തന്നെ നമ്മുടെ മീനിന് ചിലപ്പം നെഗറ്റീവായിട്ടായിരിക്കും അഫക്റ്റ് ചെയ്യുന്നത്. എന്തൊക്കെ തന്നെയായാലും ഇത് കെമിക്കൽ കോമ്പൗണ്ട്സ് ആണ് ഇതിൽ വരുന്നത്. അപ്പൊ തന്നെ നമ്മുടെ മീന് ചിലപ്പോൾ ഇത് എന്തെങ്കിലും ഇഷ്യൂസിനും കാരണമാകുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഒരിക്കലും ഈ ഒരു മെഡിസിൻ യൂസ് ചെയ്തിട്ടുള്ള ആൽഗെ റിമൂവ് മെത്തേഡ് പേഴ്സണലി റെക്കമെൻഡ് ചെയ്യുന്നില്ല. രണ്ടാമത് നമ്മൾ നോക്കാൻ പോകുന്നത് UV ലൈറ്റ് യൂസ് ചെയ്തിട്ട് എങ്ങനെ ആൽഗെ റിമൂവ് ചെയ്യാമെന്നാണ്. അതിൽ രണ്ട് രീതി വരുന്നുണ്ട്. ഡയറക്റ്റ് അക്വേറിയത്തിൽ വെക്കുന്നതും ഫിൽറ്ററിൽ ഇൻബിൽറ്റ് ആയിട്ട് വരുന്നതും. ഫസ്റ്റ് ഡയറക്റ്റ് അക്വേറിയത്തിൽ വെക്കുന്നതെന്ന് പറയുന്നത് നമുക്ക് വളരെയധികം ഐ ഡാമേജ് ഉണ്ടാക്കുന്നതാണ്. പെറ്റ് കീപ്പേഴ്സിനായാലും അതുപോലെ തന്നെ നമ്മുടെ ഫിഷസിന്റെ ആയാലും കാഴ്ചശക്തി നല്ലതുപോലെ അഫക്റ്റ് ചെയ്യുന്ന ഒന്നാണ് ഡയറക്റ്റ് അക്വേറിയത്തിൽ വെക്കുന്നത്. അതുകൊണ്ട് നമ്മളിത് ഒരു കാരണവശാലും നമ്മൾ വീടുകളിൽ യൂസ് ചെയ്യാൻ പാടില്ല. രണ്ടാമത് വരുന്നതാണ് നമ്മുടെ ഫിൽറ്ററിൽ ഇൻബിൽറ്റ് ആയിട്ട് വരുന്നത്. സൺസൺ കാനിസ്റ്റർ ഫിൽറ്റേഴ്സ് ഒക്കെ തന്നെ നമ്മുടെ ടാങ്കിന്റെ കപ്പാസിറ്റി അനുസരിച്ച് നമുക്കിന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇതിന് നമ്മുടെ പെറ്റ് കീപ്പേഴ്സിനോ ഫിഷസിനോ യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നില്ല. എന്നിരുന്നാലും നമ്മുടെ ബെനിഫിഷ്യൽ ബാക്ടീരിയാസിന്റെ ഒക്കെ ഗ്രോത്ത് നടക്കുന്നത് നമ്മുടെ ഫിൽറ്റേഴ്സിലാണ്. അതുകൊണ്ട് തന്നെ UV ലൈറ്റ് ഇതിനുള്ളിൽ വരുമ്പോൾ ബെനിഫിഷ്യൽ ബാക്ടീരിയാസിന്റെ ഗ്രോത്തിനെ ഇത് വളരെയധികം അഫക്റ്റ് ചെയ്യുന്നു. ഇത് വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. നമ്മുടെ ഫിൽറ്ററിനുള്ളിൽ വെച്ചിട്ടായിരിക്കും UV ലൈറ്റും നമ്മുടെ അക്വേറിയത്തിലെ വാട്ടറും തമ്മിൽ കോണ്ടാക്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ വാട്ടറിലെ ആൽഗെ കണ്ടന്റിനെ ഇത് കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്യുന്നു. പക്ഷേ നമ്മുടെ അക്വേറിയത്തിന്റെ ഭിത്തികളിൽ പിടിച്ചിരിക്കുന്ന ആൽഗെ റിമൂവ് ആവണമെന്നുണ്ടെങ്കിൽ ഈ മെത്തേഡ് പറ്റത്തില്ല. നമ്മളതിനെ മാനുവലി തന്നെ റിമൂവ് ആക്കേണ്ടി വരും. ആൽഗെ ഗ്രോത്ത് എങ്ങനെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് റെഡ്യൂസ് ചെയ്യാന്നുള്ളതിന്റെ കുറച്ച് ഹോം റെമഡീസ് നമുക്ക് നോക്കാം. അതിന് മുന്നേ എന്തുകൊണ്ടാണ് ആൽഗെ ഗ്രോത്ത് ഉണ്ടാവുന്നത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് റീസൺ ആണ് ഡയറക്റ്റ് സൺലൈറ്റ്. നമ്മുടെ അക്വേറിയൊക്കെ തന്നെ വിൻഡോ സൈഡിലൊക്കെ തന്നെ പ്ലേസ് ചെയ്യുമ്പോൾ സൺലൈറ്റ് ധാരാളം കിട്ടിയിട്ട് അത് ആൽഗെ ഗ്രോത്തിനെ ബൂസ്റ്റ് ചെയ്യും. സെക്കൻഡ് വൺ വന്നിട്ട് ഓവർ ഫീഡിങ്. നമ്മൾ ഓവർ ഫീഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ മീനുകൾ കഴിച്ച ശേഷമുള്ള ആ പെല്ലറ്റ് ഫുഡ് നമ്മുടെ അക്വേറിയത്തിന്റെ ബോട്ടത്തിലേക്ക് പോവുകയും അവിടെ അത് ഡീകമ്പോസ് ചെയ്തിട്ട് നമ്മുടെ ആൽഗെ ഗ്രോത്തിന് കാരണമാവുകയും ചെയ്യും. തേർഡ് വൺ ആണ് പ്ലാന്റഡ് ടാങ്കിൽ ഒരുപാട് നേരം നമ്മൾ ലൈറ്റ് ഇടുന്നത്. ഇങ്ങനെ ലൈറ്റ് ഇടുന്ന വഴി നമ്മുടെ ആൽഗെ ഗ്രോത്തിനും അത് കാരണമാകുന്നു. ആൽഗെ റിമൂവ് ചെയ്യാനായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് റെമഡീസ് നോക്കാം. ഫസ്റ്റ് വൺ വരുന്നതെന്ന് പറയുന്നത് വാട്ടർ ചേഞ്ച് ആണ്. അതായത് നമ്മൾ വീക്ക്ലി വൺസ് ആണ് വാട്ടർ ചേഞ്ച് ചെയ്യുന്നതെങ്കിൽ അത് പ്രോപ്പർ ആയിട്ട് ചെയ്യുക. അതിനൊരു മുടക്കവും വരാതെ കൃത്യമായിട്ട് തന്നെ ചെയ്യാം. രണ്ടാമത്തേന്ന് പറയുന്നത് നമ്മുടെ പ്ലാന്റഡ് ടാങ്ക് ആണെന്നുണ്ടെങ്കിൽ അതിൽ നമ്മൾ ലൈറ്റ് ഓൺ ആക്കുന്നത് പ്ലാന്റിന്റെ നീഡ് അനുസരിച്ച് മാത്രം ആയിരിക്കണം. വളരെ ലോ ലൈറ്റ് ആവശ്യമുള്ള പ്ലാന്റ്സ് മാത്രം വെക്കാൻ നോക്കുക. അതായത് നമ്മുടെ ജാവ ഫേണോ ഫോക്സ് ടെയിലോ അനൂബിയാസോ പോലുള്ള വളരെ കുറച്ച് ക്വാണ്ടിറ്റി മാത്രം ലൈറ്റ് ആവശ്യമുള്ള പ്ലാന്റ്സിനെ നമ്മൾ പ്ലാന്റ് ചെയ്യാൻ നോക്കുക. അതുപോലെ തന്നെ CO2ന്റെ അളവ് കുറച്ച് ആവശ്യമുള്ള പ്ലാന്റ്സിനെ വെക്കാൻ നോക്കും. നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ആൽഗയുടെ ഗ്രോത്ത് ആയി കഴിഞ്ഞാൽ നമ്മൾ ചെയ്യാനുള്ളത് നമ്മുടെ അക്വേറിയത്തിനെ ഒരു കറുത്ത തുണി കൊണ്ട് മൂടി വെക്കുക. ഒരു 10-12 ദിവസം കറുത്ത തുണി കൊണ്ട് മൂടി വെക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ ആൽഗെ ഒരു പരിധി വരെ ഡെഡ് ആയി പോകും. അടുത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് നമ്മുടെ അക്വേറിയത്തിലോ പോണ്ടിലോ ഒക്കെ തന്നെ ആൽഗെ ഈറ്റിംഗ് സ്നെയിലുകളെയോ പ്ലക്കോ ഫിഷസിനെയോ ഇടുക. ഇതൊക്കെ തന്നെ ഒരു പരിധി വരെ ആൽഗയുടെ ഗ്രോത്തിനെ കൺട്രോൾ ചെയ്യും. നമ്മുടെ കൊയി പോണ്ടിന്റെ കേസിലാണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് സൺലൈറ്റ് അടിക്കാത്ത രീതിയിൽ നമുക്ക് ഷെയ്ഡ്സ് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ UV ഇൻബിൽറ്റ് ആയിട്ടുള്ള ഫിൽറ്റേഴ്സും യൂസ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.